നമുക്കിന്ന് പുതിയൊരു അച്ചാർ ഉണ്ടാക്കി നോക്കാം. എന്താണെന്നല്ലേ? റംബുട്ടാൻ ഞാൻ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ അച്ചാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റംബുട്ടാൻ അച്ചാറിടാൻ വേണ്ടി ആദ്യം എണ്ണ ഒഴിച്ചു. എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് കടുക്, ഉലുവ ഇട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർക്കാം. ഒരു കഷ്ണം ഇഞ്ചി മതി, വെളുത്തുള്ളി കൂടുതൽ വേണം. പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിരുന്നു. രണ്ടാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂൺ മുളക് പൊടി, അല്പം കുരുമുളക് പൊടി, കായം ഇവയും കൂടി ഇട്ട് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒരു ഗ്ലാസ് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് തിളച്ച് വരുമ്പോൾ ഓക്കെ, അത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റംബുട്ടാൻ ഇട്ട് കൊടുക്കാം. റംബുട്ടാൻ ഇട്ട് നന്നായിട്ട് തിളച്ച് വേകണം. അത് വേകാൻ തക്ക സമയം കൊടുക്കണം. 10-20 മിനിറ്റ് എടുക്കും. അതിൻ്റെ അകത്തെ കുരുവൊക്കെ വേകുന്ന പോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കണം. നമ്മുടെ റംബുട്ടാൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ റംബുട്ടാൻ ഒന്ന് കടിച്ച് തിന്ന് നോക്കിയാൽ ഭയങ്കര രുചിയാണ്. അതിൻ്റെ കുരു എല്ലാം കൂടി തിന്നുമ്പം ഭയങ്കര രുചിയാണ്. മധുരവും പൊടിയും കൂടി കയറി. അങ്ങനെ റംബുട്ടാനുള്ളവർ ഇങ്ങനെ ഒന്ന് അച്ചാറിട്ട് നോക്കുക. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. റംബുട്ടാൻ്റെ അച്ചാറാണ്. ഒത്തിരി നല്ല രുചിയുള്ളതാണ്. കുപ്പിയിലാക്കി നമ്മളത്. അപ്പോൾ റംബുട്ടാൻ അച്ചാർ കണ്ടോ, നല്ല തണുത്ത് വന്നപ്പോൾ നല്ല രുചിയായി. ആ മധുരവും പൊടിയും എല്ലാം അകത്ത് കയറി. റംബുട്ടാൻ നമ്മൾ കൊളന്ന് വെച്ചപ്പോൾ അതിൻ്റെ കുരു എല്ലാം നന്നായിട്ട് വെന്തു നല്ല രുചിയുള്ള അച്ചാറായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിതിൻ്റെ ലാസ്റ്റ് കുറച്ച് ശർക്കരപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇടയ്ക്ക് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.